ഇന്നൊരു റൂം ക്ലീനിങ് ഡേ വ്ളോഗാണ്. ഞാനല്ല, ഇതിൻ്റെ മുഴുവൻ ഓളിനോട് ജോയാണ്. ആക്ച്വലി ഇത് പുള്ളിക്കാരൻ്റെ ഹോബിയാണ്. ഇടയ്ക്കിടയ്ക്ക് റൂമെല്ലാം മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്യുക, സാധനങ്ങളുടെ പൊസിഷൻ എല്ലാം മാറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഞാൻ പിന്നെ ഒരു കയ്യാളായിട്ട് കൂടെ നിൽക്കുന്നു എന്ന് മാത്രം. ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ജോ. പക്ഷേ ഓരോ റൂം ക്ലീനിങ് കഴിയുന്തോറും ഞാൻ മനസ്സിലാക്കുന്ന ചില നഗ്ന സത്യങ്ങളുണ്ട്. ഇവിടെ പൊടിയേക്കാൾ കൂടുതലുള്ളത് എൻ്റെ മുടിയാണ്. അതെ, ഹെവി ഹെയർ ഫോൾ. അങ്ങനെ ആ സത്യം തിരിച്ചറിഞ്ഞ് വിഷമിച്ച് ആ ഗ്യാപ്പിൽ ഞാൻ അംഗനവാടിയിൽ നിന്ന് പോയി ആഞ്ചലിനെ പിക്ക് ചെയ്ത് തിരിച്ചുകൊണ്ടുവന്നു. പുള്ളിക്കാരത്തേക്ക് പൊതുവേ വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ റൂം റീഅറേഞ്ചിങ് എന്ന് പറയുന്നത്. പോരാത്തതിന് ക്ലീനിങ്ങിന്റെ ഇടയിൽ ആളുടെ പഴയ ടോയ്സും കൂടെ കണ്ടുകിട്ടി. പിന്നെ പറയണ്ടല്ലോ, ആള് ഡബിൾ ഹാപ്പി. ആഞ്ചലിനെ ടോയ്സുമായിട്ട് കളിക്കാനിരുന്നപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ആ റൂം അങ്ങ് മൊത്തത്തിൽ സെറ്റാക്കി. ദേ, ഇതാണ് ഫൈനൽ റിസൾട്ട്. പിന്നെ ഒതുക്കലും പിറക്കലും തുടക്കലും കഴിഞ്ഞപ്പോഴേക്കും നേരം ലേശം ഇരുട്ടി കേട്ടോ. പക്ഷേ റൂം മൊത്തത്തിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയതിന്റെ ഒരു സന്തോഷം മൊത്തണ്ടായിരുന്നു. ആ കാണുന്ന ബോക്സിലാണ് ബേബിയുടെ ടോയ്സ് എല്ലാം അടുക്കിയത്. സത്യത്തിൽ ഈ ക്ലീനിങ് കഴിഞ്ഞുള്ള റിസൾട്ട് കാണുമ്പോൾ കുറച്ച് സന്തോഷവും ചാരിതാർത്ഥ്യമൊക്കെ തോന്നുമെങ്കിലും ചെയ്തവരെല്ലാം നല്ല ടയർഡായിരുന്നു. സോ ഇനി ആ ക്ഷീണം അങ്ങ് മാറണമെങ്കിൽ നല്ലൊരു കുളി വാസാക്കിയിട്ട് വേണം. ഒരു കുളി കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് റീഫ്രഷ് ആയി. പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റ് ആവണമെങ്കിൽ വയറ്റിലേക്ക് എന്തെങ്കിലും ഇനി ചെല്ലണം. ആ ഗ്യാപ്പിൽ നമ്മൾ ഓൺലൈനിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കറക്റ്റായിട്ട് കൃത്യമായ സമയത്ത് തന്നെ എത്തി. ഇനി ഓർഡർ ചെയ്ത ഫുഡ് ഒന്ന് കാണിച്ചു തരാം. ആസ് യൂഷ്വൽ മന്തിയാണ്. പക്ഷേ ഇന്ന് അൽഫാം മന്തി അല്ല, നോർമൽ കുഴിമന്തിയാണ്. കൂടെ ഫ്രഞ്ച് ഫ്രൈസും. നല്ല ടയർഡായിരുന്ന കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്ന കൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. മന്തി എടുത്തതും കഴിച്ചതും തീർന്നതും അറിഞ്ഞില്ല. കൂട്ടത്തിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ചില്ലാവാൻ 2 ഷാർജയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് മന്തിയും കഴിച്ച് ചിൽഡ് ഷാർജയും കുടിച്ച് കൂട്ടത്തിലെ ബാക്ക്ഗ്രൗണ്ടിൽ ലോക മൂവിയും കൂടെ പ്ലേ ചെയ്ത് ആ നൈറ്റ് ആംബിയൻസ് ഞങ്ങളങ്ങ് സെറ്റാക്കി. ശരിക്കും നമ്മുടെ ലൈഫിലെ ചില ദിവസങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഒട്ടും പ്രീ പ്ലാൻ ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡായ ചില കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്യും. പക്ഷേ അതിലൂടെ കിട്ടുന്ന ഹാപ്പിനെസ്സും ചില നല്ല നല്ല മൊമെന്റ്സും ഉണ്ട്. അത് വളരെ പ്രൈസ്ലെസ് ആണ്. ഫൈനലി നമ്മൾ നമ്മുടെ റൂമിൽ തിരിച്ചെത്തി ഒന്ന് ഫ്രഷപ്പ് ആയി ഇനി കിടക്കാനുള്ള പരിപാടിയാണ്. ശരിക്കും നല്ല ടയർഡാണ്. പിന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരുന്നല്ലേ പറയണത്. അപ്പോൾ അശോകന് ഇന്ന് ഇത്തിരി ക്ഷീണമാവാം. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ബൈ. ലൈറ്റ് ഓഫ് ചെയ്തേണം. അപ്പോൾ ഗുഡ് നൈറ്റ്.